എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. കളിക്കളം ഇത് കളിക്കളം പടക്കളം. ഇത്രയും വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും പലരും കാണുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യുന്നുണ്ട്. കളിക്കളം പാട്ട് ആരാണ് ഓർക്കസ്ട്ര ഓർക്കുന്നുണ്ടോ? എടാ 60 കഴിഞ്ഞാൽ കുടുംബത്തിരിക്കണം, അല്ലാണ്ട് 60 പറഞ്ഞുകൊണ്ട് മുറൂർത്തിന്റെ അടുക്കല്ലേ ഏറ്റവും ഇത് ആരോടാ ഈ പറയണത്? ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ്. നീ അകത്ത് എന്നിട്ട് ആ തേപ്പെട്ടി കുത്തിച്ചാരി വെക്കണം, എന്നിട്ട് അതിന്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. അപ്പൊ തേപ്പെട്ടി ചൂടാവും. ആ ചൂടിൽ അങ്ങോട്ട് തേച്ച് വിട്ടാവും. അമ്മക്ക് തിരിച്ചാണ് എമർജൻസി ആയിട്ട് വന്നു. അല്ലോ ഇപ്പൊ നമ്മുടെ അമ്മ മരിച്ചിട്ട് കാലം കുറയില്ലേ? നമ്മുടെ അമ്മയല്ലേ അവന്റെ അമ്മ, അതായത് നീ. അളിയാ പെണ്ണ് കെട്ടണം, എന്നിട്ട് പെണ്ണുമ്പിള്ള വീട്ടിൽ പോയി താമസിക്കണം. എന്നാ സുഖാന്നറിയാവോ? സത്യത്തിൽ നീ ആരോർത്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്? എന്റെ കുഞ്ഞളിയെ ഓർത്തത്. എന്റെ പൊന്നളിയാ ഇത്ര നാൾ ഓർത്തത് പോലെ. മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലെത്തി ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച സംവിധായക ജോഡി സിദ്ദീഖ് ലാൽ. അക്കാലത്തെ ന്യൂ ജനറേഷൻ മൂവി രാംജി റാവു സ്പീക്കിംഗ് അതായിരുന്നു അവരുടെ ആദ്യ ചിത്രം. രാംജി റാവു സ്പീക്കിങ്ങിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. രാംജി റാവു സ്പീക്കിംഗ്. കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാഴുമായി ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്നാഹം. കൊതിച്ചതോ ഒരു കളിക്കളം, വിധിച്ചതോ ഈ പടക്കളം. കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. My name is Ram. Ramji Rao. Ramji Rao speaking. ഇങ്ങനൊരു അപകടം പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. എൻ്റെ ഈ സിനിമയിലെ അഭിനയം തന്നെ ഈ പറഞ്ഞൊരു ഒരു പെട്ടെന്നൊരു കുതിച്ചുചാട്ടമായിരുന്നു എനിക്ക്. സത്യം രാംജി റാവു എന്നുള്ള അന്ന് അഭിനയിക്കുമ്പോഴോ ഒന്ന് നമ്മളിങ്ങനെ മുണ്ടെടുത്തിട്ടുണ്ട് രാംജി റാവുവിനൊരു ഇൻട്രൊഡക്ഷൻ അല്ല, അന്ന് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എന്തായിരിക്കും രാംജി റാവിന്റെ രൂപം എന്നൊരു പിടിയില്ല. അങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ലാലിന്റെ ഷർട്ട് പോയി വാങ്ങിയെടുത്തത്. ആ ഷർട്ടിന് വലിയൊരു കഥയുണ്ട്. ഷർട്ടിന്റെ പുറകില് ആ ഷർട്ട് ശരിക്കും എന്റെ ഷർട്ടും അല്ല അത് പൂവിന് പുതിയ പൂന്തണ്ടൽ എന്ന് പറഞ്ഞ ഫാസ്റ്റാന്റെ പടമുണ്ട്. ആ പടത്തിൽ മമ്മൂട്ടി ഇട്ട ഷർട്ടാ. അതെ. അപ്പൊ പടം കഴിഞ്ഞപ്പോ എനിക്ക് ആ ഷർട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അതോടെ അടിച്ചു മാറ്റി. പിന്നെ ഞാനത് കുറെ കാലം ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ രാംജി റാവു വരുന്നു. രാംജി റാവു നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ട് പുതിയ പൂന്തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ പടമാണ്. ഏതാണ്ട് 5 വർഷം ഷർട്ട് ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞത് നരച്ച ഒരു അവസ്ഥയായി. പിന്നെ ലാലിന്റെ വലിപ്പം ലാലിനന്ന് ലൂസ് എത്ര ഉണ്ട്? അന്ന് ലാലിന് വണ്ണമില്ല. ലാലിനന്ന് ലൂസാണ് ഷർട്ട്. എനിക്ക് ഇവിടെ വരെ ഉണ്ട്. ഞാൻ അന്ന് പല ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഒന്നും ശരിയായില്ല. അപ്പോഴാണ് കുട്ടൻ തന്നെ പറഞ്ഞത് ഈ ഷർട്ട് ഓക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഷർട്ട് ഒരു കൊടുത്തു. അപ്പൊ കറക്റ്റ് ആയി. ക്യാമറമാൻ വേണുവിന്റെ പാന്റ് ഊരി അത് രണ്ടും ഇട്ടിട്ടാണ് അഭിനയിക്കുന്നത്. എന്റെ കോമഡി അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ആ പടം സക്സസ് ആയി. ഇത് തമിഴിൽ അരങ്ങേറ്റ വേളയെന്നും പറഞ്ഞിട്ട് പാച്ചിക്ക പടം എടുക്കുന്നു. അപ്പോഴും ഞാൻ പ്രശ്നം വരുന്നു. ഷർട്ട് കൊണ്ടയച്ചുകൊണ്ടൊന്നും എനിക്കൊന്നും ശരിയാകുന്നില്ല. അങ്ങനെ ആ ഷർട്ട് അതിനകത്തിട്ടു. അങ്ങനെ ഒരു 3 ഷർട്ട് കൊണ്ട് പോയി. എന്താ വീണ്ടും ഷർട്ട് ഇപ്പോഴും എടുത്തുണ്ട്. പിന്നെ അതെന്താ നമ്മുടെ ഒരു വലിയൊരു ഓർമ്മയായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സാധനം. മാത്രമല്ല ആ ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ട് വളരെ ലൂസാണ്. കുട്ടൻ പറഞ്ഞു ഇങ്ങനെ ലൂസ് ഒരു ബെൽറ്റ് ഇടാന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു ബെൽറ്റ് വേണ്ട, ഒരു ചങ്ങല ആയാൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഉദയ ചിരിച്ചു. സ്റ്റുഡിയോയുടെ ആ ഉദയ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഒരു സൈക്കിൾ ഷോപ്പിൽ ചെന്നിട്ട് ഒരു സൈക്കിൾ ചെയിൻ വാങ്ങിച്ചിട്ടാണ് അതാണ് ബെൽറ്റ്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ഈ വേഷത്തിന് എൻ്റെ ഈ ഗെറ്റപ്പ് ശരിയാവില്ല, ഇത് മീശ ഇങ്ങനെ ഇറക്കാം എന്ന് പറഞ്ഞ് മേക്കപ്പ് മാനെ വിളിച്ചു. മീശ ഇറക്കി, മുടി ഇവിടുന്ന് ഫ്രണ്ടിൽ വടിച്ചു. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങിയാൽ ഇയാൾ കളറാണെന്ന് കണ്ടാൽ അതുകൊണ്ട് തന്നെ പടത്തില് സൂര്യപ്രകാശത്തിൽ ഒരു സ്ഥലത്തും റാംജി റാവു വരുന്നില്ല. നല്ല ചാക്കുകൾക്കിടയിലും മറ്റേ മാറാലക്കകത്തും ആളുകൾ കാണാത്ത സ്ഥലത്താണ്. ഒരു സ്ഥലത്ത് പോലും ഒരു ഓപ്പൺ സ്ഥലത്ത് റാംജി റാവു വരുന്നില്ല അല്ലേ? ആ സിനിമ എല്ലാം വളരെ ദുരൂഹമായ സ്ഥലത്താണ് വരുന്നത്. ഈ കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ പോലും ഇയാള് വില്ലനാണ്, കൊള്ളസംഘത്തിന്റെ തലവനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിനകത്ത് 3 വില്ലന്മാരുണ്ട്. അതിനകത്ത് ഒരു റോളം തന്നെ പറഞ്ഞത് 3 പേരായിരുന്നു ആദ്യം വെച്ചത്. ഈ 3 നായകന്മാര്, അതായത് പിന്നെ ഷൂട്ടിങ്ങിന് നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി 10-35 ദിവസം കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടനാണ് റാംജി റാവു എന്ന് പറയുന്നത് പറഞ്ഞിട്ടാണ് ആ 3 വില്ലന്മാരെ മാറ്റിയിട്ട് ഒറ്റയാളാക്കി. അതൊക്കെ റിമുനറേഷൻ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്തായാലും ആ സിനിമയില് ഒരുപാട് ദുഷ്ടൻ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അന്ന് വരെയും ഒരു തമാശക്കാരനായ ഒരു കൊള്ളസംഘത്തിന്റെ ഓണർ ഇല്ല. അല്ല, ഒരു സിനിമയുടെ പേര് ആദ്യമായിട്ടല്ലേ വില്ലന്റെ പേരിൽ റാംജി റാവു ആണ് അല്ലെ? ഇതേവരെ അതിനു മുൻപ് വില്ലൻ കഥാപാത്രങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ആന്റി ഹീറോയാണ്. കായംകുളം കൊച്ചുണ്ണി പോലുള്ള അതൊക്കെ ആന്റി ഹീറോയാണ്. ഇപ്പോഴും എന്നെ എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും പലരും കാണുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യണം കളിയായിട്ട് തമാശ പറയുമ്പോഴേ അതൊക്കെ സ്ക്രിപ്റ്റില് ഇയാൾ പേടിത്തൊണ്ടനാണ്, പക്ഷേ ഇയാളൊരു വലിയ വില്ലനാണെന്ന് ഇയാൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് അവിടെ ആ മൂത്രമൊഴിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ എന്തോ ലീക്ക് ചെയ്യുന്നു വളരെ പേടിയോടുകൂടിയാണ്. അതാണ് അയാളുടെ റിയൽ. അത് ശരിക്കും മലയാളത്തിൽ പറയുമല്ലോ, മുള്ളിയെ പേടിക്കുന്നവനാണെന്ന്. അക്ഷരാർത്ഥത്തിലെ പടത്തിലുണ്ടെന്നുള്ള. അല്ല, ആ സിനിമ മലയാള സിനിമയിൽ ഈ പറഞ്ഞ ഇപ്പൊ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഒരു ന്യൂ ജനറേഷൻ സിനിമയാണത് ആ കാലഘട്ടത്തിൽ. അല്ല, എൻ്റെ ഓർമ്മയിൽ മലയാള സിനിമയിൽ പെട്ടെന്ന് മാറ്റം വന്ന PN മേനോൻ സാറിന്റെ ഓളവും തീരവും. അതിനുശേഷം ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് KG ജോർജ്, ഭരതൻ, പത്മരാജൻ അവരുടെ 70s. പിന്നെ കഴിഞ്ഞൊരു മാറ്റം വന്നത് 79 അല്ലേ, ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. പിന്നെ സിനിമ ഇങ്ങനെ ഒരു ചെറിയ ഒരു അവശതയിലോട്ട് വന്ന സമയത്താണ് ഏകദേശം ഒരു 10 വർഷത്തെ അല്ലേ? അതെ, എല്ലാ 10 വർഷം കൂടുമ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴും ആ സിനിമയുടെ ഒരു ഹാങ് ഓവറിൽ പലരും പടം ചെയ്യുന്നുണ്ട്. അല്ല, ആ സിനിമയ്ക്ക് വേറെ പ്രത്യേകമുണ്ട്. ഇപ്പം ഞാൻ അച്ഛൻ നാടകമാണല്ലോ, പിന്നെ സായികുമാർ കൊട്ടാരക്കര ചേട്ടൻ നാടകത്തിൽ നിന്ന് വന്നയാളാണ്, ഓമാധവൻ ചേട്ടൻ്റെ മകൻ മുകേഷ്. അന്നത്തെ നാടകത്തിലെ 3 ആചാര്യന്മാരുടെ മക്കളാണ്. അതൊരു വലിയ പ്രത്യേകതയായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ പുതിയ ആള് എസ് ബാലകൃഷ്ണൻ, രേഖ, അങ്ങനെ പുതിയ. നമ്മളിപ്പോ കേട്ട പാട്ടിനൊരു ഇത് മാത്രല്ല, ഇന്നസെന്റ് ചേട്ടനും മാമുക്കോയും സ്റ്റാർ ആയത് ആ സിനിമ. നമുക്ക് അതിനു മുമ്പ് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു പടങ്ങളിൽ. അല്ല, പക്ഷെ കളിക്കളം പാട്ട് ആരാണ് ഓർക്കസ്ട്ര ഓർക്കുന്നുണ്ടോ? റഹ്മാനാണ്. അന്ന് റഹ്മാൻ അല്ല, ദിലീപാണ്. ഒരാളാണ്, ഒരു ഒറ്റയാൾ ഓർക്കസ്ട്ര. എസ് ബാലകൃഷ്ണനാണ് മ്യൂസിക്. മാത്രമേ ഉള്ളൂ, ഈ പയ്യൻ മാത്രമേ ഉള്ളൂ. അന്ന് കൊച്ചു പയ്യനാണ് റഹ്മാൻ, ഒരു ഗുണ്ടു പയ്യൻ. അപ്പോൾ നമ്മളന്ന് റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ ഈ പെട്ടിയൊക്കെ ഇട്ടൊരു പയ്യൻ വന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഓർക്കസ്ട്ര ഒന്നും വേണ്ട, ഈ ദിലീപ് മാത്രം മതി. അപ്പോൾ ഇതൊരു റീ റെക്കോർഡിങ്ങിന് പകരമായിട്ട് വരുന്ന സോങ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് 2ാമതാണ് ഈ സോങ് നമ്മൾ എഴുതി, ബിച്ചുവേട്ടനുമായിട്ട് എഴുതി. ആദ്യത്തെ കമ്പോസിങ്ങിൽ ഇല്ല ഈ സോങ്. ഒറ്റയാൾ ഓർക്കസ്ട്ര റഹ്മാനാണ്. അന്ന് റഹ്മാൻ അല്ല, റഹ്മാനാണ് ആ ഫുൾ പടത്തിൻ്റെ എല്ലാ ബിറ്റും ആ അങ്ങേരുടെ കീബോർഡിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രം ഉണ്ടായ സിനിമയാണ് ഈ റാംജി റാവുവിൻ്റെ. വേറൊരു ഗുണം എന്ന് വെച്ചാൽ കുട്ടനും നമ്മളുമായിട്ടൊരു റിലേഷൻ ഉണ്ടാകുന്നതും അവിടെ നിന്ന് നമുക്ക് മലയാള സിനിമയിൽ 405 ദിവസം ഓടിയ ഗോഡ് ഫാദർ എന്ന സിനിമയിലേക്ക് പിള്ളസാറിനെ കൊണ്ടുവരാനും ഒക്കെ കുട്ടനാണ്. കുട്ടൻ വിചാരിച്ചിരുന്നില്ലെങ്കിൽ, കുട്ടൻ്റെ ഒരു കഠിനമായ ഒരു പ്രയത്നത്തിൻ്റെ പിന്നിലാണ് പിള്ളസാർ ആ സിനിമയിൽ അഭിനയിക്കാമെന്ന്. അതിന് ഒരു താങ്ക്സ് നമ്മൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതൊരു അവസരമായിട്ട് ഉപയോഗിച്ചിട്ട്. ഞാനിപ്പോൾ തിരിച്ച് വേറൊരു കാര്യം പറയാം. അതായത് അച്ഛൻ അഭിനയിക്കാൻ വന്ന ആ സമയം ഓർമ്മയുണ്ടോ? എൻ്റെ അമ്മ മരിച്ചിട്ട് 16 അടി യന്ത്രം കഴിഞ്ഞു. 18 ദിവസം 19 ദിവസം മറ്റേ ആയുള്ളൂ മരിച്ചിട്ട്. അപ്പം അച്ഛൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഒരേ കിടപ്പ്.
ആരോടും സംസാരിക്കില്ല, രാത്രിയിലൊക്കെ ഇങ്ങനെ ഏങ്ങലടിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഏങ്ങലടിക്കുന്നു. ഇങ്ങനെ നീണ്ട 9.5 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചാണ്. അച്ഛൻ മരിക്കുന്നവരെ അമ്മയെ എടിയെന്ന് വിളിച്ചിട്ടില്ല, ചിന്നയെന്ന് വിളിച്ചുള്ളൂ. ഭയങ്കര ഒരു പ്രണയമായിരുന്നു അവർ തമ്മിൽ. അപ്പം ഇത് പിന്നെ നോക്കട്ടെ, സ്ക്രിപ്റ്റ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സിദ്ദിഖ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എനിക്കൊരു സമാധാനം എന്തറിയോ, സിദ്ദിഖൊക്കെ വന്ന് ഒരു മാറ്റം വരുമല്ലോ. അപ്പം ഞാൻ സിദ്ദിഖ് ശരി പോരെ നമ്മുടെ അപ്പച്ചനും ഉസപ്പച്ചനും എല്ലാം കൂടെ വരുന്നു എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ അച്ഛാ അതെ സിദ്ദിഖും ലാലും കൂടെ വരുന്നുണ്ട് കഥ പറയാനായിട്ട്. എന്തിന്? അല്ല നമ്മുടെ സിനിമയാ ഏത് സിനിമ? അച്ഛനെ അഭിനയിക്കാന്ന്. ഞാൻ സിനിമയിലൊന്നുമില്ല, ആര് പറഞ്ഞു അഭിനയിക്കാം? ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ പറഞ്ഞു അല്ല അച്ഛൻ ഒരു വന്നിട്ടവർ ഒരു രക്ഷയില്ല. അവസാനം ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, സമ്മതിക്കില്ല. ഞാൻ തിരിച്ചു വന്ന് സിദ്ദിഖിനെ ഫോൺ ചെയ്തു. അന്ന് മറ്റേ ലാൻഡ് ഫോണാണ്. നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറേ നേരം ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു. അയ്യോ കുട്ട ഞങ്ങൾ ഇറങ്ങിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു വഴിയിലൊക്കെ വെള്ളമാണ്, വണ്ടി വരാൻ ബുദ്ധിമുട്ട്, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വരുന്നു. അപ്പോൾ അച്ഛൻ അല്ല അന്ന് 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി 2 ദിവസം കഴിയുമ്പോൾ പിള്ളസാറിൻ്റെ മനസ്സ് മാറിയാലോ, എന്ത് വെള്ളപ്പൊക്കമാണെങ്കിലും പോയേക്കാം ഞങ്ങൾ പോരാ. ഞങ്ങൾ ഇറങ്ങി, നിങ്ങളെന്നെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. പക്ഷെ നിങ്ങൾ അപ്പം ഞാൻ വന്നു വെച്ചാൽ അവരിറങ്ങി, നീന്തി അച്ഛനെ വാഞ്ചി കേട്ടിട്ട് കൊള്ളുകയെന്ന് പറഞ്ഞു. എന്നാൽ എന്നെ ഒന്ന് രക്ഷിക്കല്ലേ, എനിക്ക് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിച്ചത്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ വന്നപ്പോഴാണ് പിന്നീട് അറിയാമല്ലോ. അല്ല വന്നിട്ടും ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം, സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ വരട്ടെ, എന്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യും? അതിന് ഉത്തരം പറയും. അതൊരു അക്രമ ചോദ്യം. നമ്മൾ കഥ പറഞ്ഞ് പറ്റിക്കാം കരുതിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടൊരു മറുപടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഈ കഥാപാത്രം വളരെ ശക്തനാണ്. ഇത്രയും മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ആരോഗ്യമില്ലാത്ത ഒരു അച്ഛനാണ്. ശാരീരിക ദൗർബല്യങ്ങളുണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് വളരെ ശക്തനാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മുടെ സ്ക്രീൻ പ്ലേയിൽ ഒരു സ്പേസ് ഇല്ല, ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റില്ല. പിള്ള സാർ ഇതിൽ അഭിനയിക്കുകയാണെങ്കിൽ സാറിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അത് ഞങ്ങളുണ്ടാക്കിയതല്ല, സാറ് നാടകത്തിലൂടെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ്. അതിശക്തനാണ്, ആരുടെ മുമ്പിലും മുട്ടുവിളയ്ക്കാത്തവനാണ്, എടുത്ത തീരുമാനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്, വെച്ച കാല് പിന്നോട്ട് വയ്ക്കാത്ത ആളാണ് എന്നൊക്കെ ഉള്ളൊരു ഇമേജ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം, അതാണ് ആ ദുരുദ്ദേശമാണ് ഞങ്ങളുടേത്. അതുപോലെ ഒറ്റ ശരിയാണ്. ഈ 500 ആളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയത് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അന്നച്ഛൻ വരുമ്പോൾ ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്നില്ല, മദ്യപാനം മാത്രം. രാവിലെ മുതൽ കഴിക്കും, കിടപ്പ് തന്നെ. ഈ പറഞ്ഞ രാത്രിയിൽ മുകളിലുള്ള മുറിയിൽ മുറിയും താഴെ ഇറങ്ങി. അമ്മ മരിച്ചിട്ട് ബോഡി താഴോട്ട് എടുത്തിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം നിങ്ങൾ വന്ന് സമ്മതിച്ചില്ലേ? അന്ന് മദ്യപാനം നിർത്തി. ആ സിനിമ അഭിനയിക്കാമെന്ന് വെച്ചാൽ ഏറ്റവുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിച്ചത്. പിന്നെ കുറേ കാലം പിന്നെ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ തയ്യാറെടുപ്പായിരുന്നു. പിന്നെ ലൊക്കേഷനിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ, പിടിച്ചാണല്ലോ നമ്മളങ്ങനെ കൊണ്ടുവന്ന്. ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങോട്ടാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. എൻ്റെ അച്ഛനൊരു ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടിയും മലയാള സിനിമയ്ക്ക് വേണ്ടിയും ഉണ്ടായ സിനിമയല്ല, അത് പിള്ള സാറിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സിനിമയാണ്. പിള്ള സാറിന് വേണ്ടി മാത്രം ഉണ്ടായതാണ് ഗോഡ് ഫാദർ എന്നുള്ള ആ പേരും. 500 ആൻ, അതിന് മുൻപ് അങ്ങനെ ഒരു പേരില്ല, ഇനിയും ആരും ഇടുകയില്ല അങ്ങനെ ഒരു പേരല്ലേ. അച്ഛനൊരു ലേഖനത്തിൽ എഴുതി എൻ്റെ മകനെ പോലെ എൻ്റെ കുട്ടനെ കൂടാതെ എനിക്കിപ്പോൾ വേറെ 4 മക്കൾ, 3 മക്കൾ കൂടിയുണ്ട്. വേണു, ലാല്, സിദ്ദിഖ്. അതിലേറ്റവും മൂത്തവനാണ് സിദ്ദിഖ്. അപ്പോൾ കുട്ടനെ എന്നെ ചേട്ടാന്ന് വിളിക്കണം കേട്ടോ. ആ സിനിമ തെലുങ്കിലെടുക്കാനായിട്ട് അവര് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് പോയി. രത്നം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അതെ ഒരുപാട് ആലോചിച്ച് അന്വേഷിച്ചു അതിനെ ആരെ കാസ്റ്റ് ചെയ്തു. അവസാനം ഒരു തോറ്റ് മടങ്ങി ഇവിടെ വന്നിട്ട് പിള്ളസാറിനെ കൊണ്ട് അഭിനയിച്ചിട്ടാണ് പടം ഇറങ്ങിയത്. പിള്ളസാർ അതും അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചെന്നിട്ടാണ് കുട്ടനൊക്കെ കൂടി ചെന്നിട്ട് സംസാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഈ റെസ്ട്രിക്ട് ചെയ്യുന്നത് സിനിമയില് ഇവിടെ നടന്ന് അവിടെ വരെ നടന്ന് അവിടെ തിരിഞ്ഞു നോക്കി ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. നാടകത്തിൽ അതിലല്ലോ, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇത് അനുഭവിച്ചിട്ട്
പെട്ടെന്ന് ഒരാൾ പറയുമ്പോൾ അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. അല്ല ഞങ്ങൾ സിദ്ദിഖ് എങ്ങനെയായിരുന്നു? സിദ്ദിഖ് ഞങ്ങൾ പറയും സാർ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്, സാറിന് ഇഷ്ടം പോലെ പറഞ്ഞോ. അപ്പോൾ പുള്ളി അതെങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റും, കാരണം ഈ ഡയലോഗിന് കൗണ്ടർ ഡയലോഗ് അല്ലേ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, അവരുടെയൊക്കെ ഡയലോഗ് തെറ്റില്ലേ, അപ്പോൾ ഞാൻ ഇത് തന്നെ പറയാം. ഞങ്ങൾ ഒരിക്കലും പറയണം എന്ന് പറയില്ല, പുള്ളി പഠിച്ച് അങ്ങനെ തന്നെ പറയും. പക്ഷെ പുള്ളിയുടേതായ ഒരു സ്റ്റൈലിലേക്ക് പുള്ളി മാറ്റിക്കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പുള്ളിയുടെ പ്രത്യേകത പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്ക് ടെക് സാർ എന്ന് പറയുമ്പോഴേക്കും കസേര മാറ്റി കഴിയുമ്പോഴേക്കും ഒരു നിൽപ്പിലാണ്. ആ സ്ട്രെങ്ത് മുഴുവൻ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് അത്ഭുതം. ഇന്നസെന്റ് അടിക്കുന്ന സീൻ എടുത്തപ്പോ അങ്ങനെ വന്നിട്ട് ബാക്കി സ്റ്റെപ്പ് വെച്ച് വാഞ്ഞടിയാ, നല്ല അടിയാ. ഇന്നസെന്റ് അടി കൊണ്ട് താഴത്ത് നിന്ന് പൊളയാ. കട്ടെന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും കൂടി വന്നിട്ട് പിള്ള സാറിനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് അടി കൊള്ളാം എന്നിട്ട് ആ കാർന്നൂർ താങ്ങിക്കൊണ്ട് നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുതാണ് എഴുതേക്കാൻ. നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൊണ്ട് പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയാ. പിടിച്ച് മാറ്റണോ? അടിക്കരുത്. അടിക്കരുതെന്ന് പറയോ. പിള്ള സാറിന് ഒരിക്കലും നമ്മുടെ അടുത്ത് അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കലില്ല. പിള്ള സാറിന് എപ്പോഴും സംശയങ്ങളാ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മൂലം തുടങ്ങുന്ന സംശയങ്ങൾ. ഷൂട്ടിങ് തുടങ്ങുന്ന അന്ന് വേണു എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് എല്ലാ ലെൻസും ഇട്ടൊന്ന് കാണണം എന്നിട്ട് ക്യാമറ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എല്ലാ ലെൻസും മാറ്റിയിട്ട് ഞാനെല്ലാവരും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരേ റേഞ്ച് ഏതൊക്കെയാണ്, അപ്പോൾ ഇത്രയും വരും ഫുൾ ഫിഗർ വരും, ഒരേ ദൂരത്തിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ നോട്ട്സ് എടുക്കുക. ഒരു ജീനിയസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ജീനിയസിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരിചയപ്പെടുകയോ അടുത്തിടപഴകുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് ഉണ്ടല്ലോ പിള്ള സാർ എന്ന് പറയും. കാരണം ലെജൻഡ് തന്നെയായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റിലെ പേപ്പറുകളിൽ എഴുതിയ അതെ സ്ക്രിപ്റ്റ് ഞാൻ ഫയൽ തുറന്നു വായിക്കാൻ വരട്ടെ, ഇതെന്താ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പറിലല്ലാതെ പിന്നെ വേറെ എവിടെ എഴുതുക. അപ്പോൾ ഇങ്ങനെ പേപ്പറിൽ ലൂസ് പേപ്പറുകളിൽ എഴുതരുത്, ഇത് നിങ്ങൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പുസ്തകത്തിൽ എഴുതുക, എന്നിട്ട് അതിൽ ചെറിയ ചെറിയ തിരുത്തൽ വരുത്തിയിട്ട് അടുത്തതിനകത്തേക്ക് റീറൈറ്റ് ചെയ്യുക. അങ്ങനെ ചിറ്റയെ വിളിച്ചിട്ട് ആദ്യ നാടകത്തിന്റെ കൈയെഴുത്ത് കോപ്പി അതെ എടുത്ത് കാണിച്ചു. അതിനുശേഷം ഞങ്ങൾ ആ ഒരു ശീലം പോലെ ഇപ്പോഴും ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഇതെവിടെന്നാ തുടങ്ങിയതെന്ന് നമുക്ക്. അല്ല, പുതിയ എഴുത്തുകാർക്ക് ഇതൊരു ശരിക്കും പഠിക്കാവുന്ന കാര്യമാണ്. ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത്, അയാളുടെ ചിന്തയിൽ ആദ്യ ഒരു കഥാതന്ത്വം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ബുക്കുകൾ. അത് ഒരുപാട് കാര്യങ്ങൾ പിള്ള സാർ പറഞ്ഞു തരുമായിരുന്നു. വെറുതെ വായിച്ചു പോകരുത്, കാരണം ഓർമ്മ ഇന്ന് നിങ്ങളുടെ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു വായിക്കുമ്പോൾ തന്നെ നോട്ട്സ് എടുക്കണം. പിള്ള സാർ പറഞ്ഞതിന് ശേഷമുള്ള ഗോഡ്ഫാദറിന് ശേഷമുള്ള സ്ക്രിപ്റ്റുകൾ നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്. റാംജി റാവു ആദ്യം ഉണ്ടായ കഥ എന്തായിരുന്നു എന്നോ അതിനുണ്ടായിരുന്ന വളർച്ചകൾ എന്തായിരുന്നു നമുക്കറിയില്ല. കാരണം അതിന്റെ പേപ്പേഴ്സ് ഒന്നും എടുത്തില്ല. നമ്മുടെ അപ്പാട് റാംജി റാവുവിന്റെ സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ, ഫൈനൽ സ്ക്രിപ്റ്റ് മാത്രമേ. മറ്റതൊക്കെ പ്രിന്റ് ചെയ്യല്ലേ ഇപ്പം? ഇല്ല, പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അല്ല, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. സിദ്ദിഖ് ലാൽ തിരക്കഥകൾ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പോകുന്നുണ്ട്, വളരെ ചെയ്യാൻ പോകുന്നുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഒരു നല്ല കുടുംബത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒട്ടേറെ സങ്കല്പങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയ കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിലേക്ക് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം.
പട്ടി അടിക്കൂടെ പണ്ടാറാവനായിട്ട്. അമ്മേ ദളപതി ദളപതിയാ ഭഗവതി. എന്നെ ഈ തള്ള വിളിച്ചു പറഞ്ഞത്? അമ്മ ഈ സന്ധ്യ സമയത്ത് വിളക്ക് വെച്ചപ്പോ ആരായി ചീത്ത വിളിക്കണത്? എടാ മോനെ, അവന്റെ സ്ഥിരം പരിപാടിയാണ് 3 നേർക്ക് വിളക്ക് വെക്കുമ്പോഴുണ്ടല്ലോ അവൻ എനിക്ക് വന്നിട്ട് ഒളിഞ്ഞു നോക്കൂടാ, എന്നിട്ട് കൊഞ്ഞനെ കുത്തി കാണിച്ചോന്നെ. പിന്നെ ഇവിടെ നിൽക്കണ ഐശ്വര്യറായില്ലേ? നീ ഇപ്പൊ എന്തായാലും പറഞ്ഞായിരുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ അമ്മ ഈ പഞ്ചായത്തിൽ ഐശ്വര്യമുള്ള അമ്മ എന്റെ അമ്മായിയമ്മ എന്നാ പറഞ്ഞത്. അല്ലാണ്ട് ഐശ്വര്യറായി അല്ലല്ലോ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയൂ? ഒരു കാലത്ത് ഞാനും ഒരു ഐശ്വര്യറായി ആയിരുന്നു. ഉണങ്ങിക്കരിച്ചിരിക്കണതിനൊക്കെ ഐശ്വര്യറായി എന്നാണോ പറയുന്നത്? നീ എന്താ ഇവിടെ കിടന്ന് മുറുറുക്കണത്? ഞാനൊന്നും മുറിവെടുത്തില്ല. നീ ഒന്നും പറയണ്ട. എടാ 60 കഴിഞ്ഞാൽ കുടുംബത്തിരിക്കണം, അല്ലാണ്ട് 60 പറഞ്ഞും കൊണ്ട് മുറുറുത്തിന്റെ അടുക്കല്ലേ ചെയ്യണത്. ഏറ്റവും തള്ള ഇത് ആരോടാ ഈ പറയണത്? ഞാൻ എന്നോട് തന്നെ പറഞ്ഞാടാ. പുറത്തുണ്ടോ? ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. രമണിയോടൊന്ന് പറഞ്ഞേരി. നീ പുറത്ത് നോക്കുവോ? അകത്തിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എടാ മോനെ, മരുമോനെ, നീ ഒരു കാര്യം ചെയ്യണം. എവിടെ പോയാലും നേരത്തെ ഇങ്ങോട്ട് വന്നോട്ടാ. ഇതാണ് എന്റെ അമ്മായിയമ്മ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുറത്തു കൊണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അല്ല, എനിക്ക് വിഷമമുണ്ടായിട്ട് പറഞ്ഞല്ല. അടുപ്പത്തിരിക്കണ ചോറും കലത്തിൽ ഭയങ്കര വിഷമവും. എന്നും കൃത്യസമയത്ത് കയ്യും കഴുകി അതിന്റെ മുന്നിൽ ചെന്നിരിക്കണല്ലോ. എന്താ നീ പോണില്ലേ? നിന്റെ ജന്മം തന്നെ ശരിയല്ല. വെറുതെ എല്ലാം വാലുമത്തി കൊടുത്തിട്ട് ഓടിയത് എന്റെ മൂറ് കണ്ടിട്ടാണ്. എടാ പോനെ പ്രവീണെ, നീ എന്തായാലും ഇത്തിരി നേരത്തെ ആണല്ലോ. ഞാൻ നിങ്ങളെ അമ്മയോടൊക്കെ പറഞ്ഞില്ല, നാളെ ആ സുരേഷിന്റെ കല്യാണമാണ്. അപ്പൊ അത് ഞാൻ പോയിട്ട് മുടക്കണോ? എന്റെ അമ്മ ഇവിടെ പെട്ടോന്ന് വിളിച്ചൊന്നും ഇല്ലേ? അത് പറയാൻ മറന്നുപോയടാ. എന്ത്? ആ ഒരു കാലത്ത് വന്നിട്ട് പൂസൂരി കൊണ്ടുപോയില്ലേ? എനിക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാണ്. നീ ഇവിടുത്തെ പൂസും കൊണ്ടാണ് കല്യാണത്തിന് പോണത്? എന്റെ അമ്മ എന്റെ ഷർട്ടൊക്കെ ഒന്ന് തേക്കണ്ടേ? ആ ഷർട്ട് തേക്കണം, അത്ര ഉള്ള. അത് കറണ്ട് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഷർട്ട് തേക്കും? എടാ അതിനൊരു വഴിയുണ്ടാ. നീ കിടുവാ, നീ അകത്ത് എന്നിട്ട് ആ തേപ്പെട്ടി കുത്തിച്ചാരി വെക്കണം. എന്നിട്ട് അതിന്റെ തന്തക്കും തള്ളക്കും വിളിക്കണം. അപ്പൊ തേപ്പെട്ടി ചൂടാവും. ആ ചൂടിൽ അങ്ങോട്ട് തേച്ച് വിട്ടാവും. കൊള്ളാം, തമാശ കൊള്ളാം. അമ്മ രാവിലെ ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ കാശ് തന്നതല്ലേ? എടാ രാവിലെ നീ കറണ്ട് ബില്ല് അടക്കാൻ കാശ് തന്നത് ഞാൻ ആ സുശീലിന്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, പോയി ആ കാശും പോയി. അമ്മ അല്ലാണ്ട് ആരെങ്കിലും ആളിന്റെ ഈ കാശ് കൊടുത്ത് വിടുവോ? എടാ ഞാൻ ഈ നീര് വെച്ച കാലം കൊണ്ട് എനിക്ക് പോയിട്ട് അടക്കാനായിട്ട് പറ്റുമോ? അതിന്റെ പേരിലല്ലേ ഞാൻ അവന്റെ അടുത്ത് കൊടുത്തയച്ചത്. ബില്ലും അടച്ചില്ല, എന്നിട്ട് ആ കാശ് എന്ത്? അത് അവന്റെ കയ്യിലുണ്ടാവും. പിന്നെ അവനത് ചുറ്റുകുട്ടി വിഴുങ്ങോ? എടാ സുശീല, ഇവിടെ എന്താ എന്നെ വിളിച്ചോ? എടാ നിനക്ക് ഞാൻ കറണ്ട് കാശ് അടക്കാൻ കാലത്ത് പൈസ തന്നായിരുന്നു. തന്നായിരുന്നു. എന്നിട്ട് കറണ്ട് ബില്ല് അടച്ചായിരുന്നോ? എന്റെ അമ്മ ഞാൻ രാവിലെ കറണ്ട് ബില്ല് അടക്കാനല്ല ജംഗ്ഷനിലേക്ക് പോയത്. അപ്പൊ നമ്മുടെ തോപ്രാൻകുട്ടിയിൽ സുനിക്കുട്ടനല്ലേ? നമ്മുടെ സുനിക്കുട്ടൻ. ആ സുനിക്കുട്ടന്റെ അത്ര ഒരു പയ്യൻ വന്നു. മാമ വിശന്നിട്ട് 5 ദിവസമായെന്ന് പറഞ്ഞു. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. നീ ഇത് പറഞ്ഞിട്ട് എനിക്കെന്നെ സഹിക്കാൻ പറ്റണില്ല. ഞാൻ നേരെ അവനെ വിളിച്ചിട്ട് ഹോട്ടലിലേക്ക് കയറി. എന്നിട്ട് ആ പൈസക്ക് നീ അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എവിടെ? ഞാൻ കഴിച്ചപ്പോ തന്നെ കാശ് തീർന്നില്ലേ? അവൻ ഒരു ഗ്ലാസ് വെള്ളവും മേടിച്ചു കൊടുത്ത് പിന്നെ കാണാന്ന് പറഞ്ഞു വിട്ടവനെ. എടാ നീ എങ്ങനെയാണ് പിന്നെ കാണുന്നത്? നീ അവന് പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും? എന്തായാലും ഈ മാസത്തെ അടുത്ത മാസത്തെ കാശ് ഒരുമിച്ച് അളിയും തരുമല്ലോ. അപ്പൊ അവനൊരു ഊണ് മേടിച്ചു കൊടുത്താൽ ഈ പ്രശ്നം തീർന്നില്ല. അമ്മേ കേട്ടാ, എന്നെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അളിയൻ ഇവിടെ താമസിക്കുന്നത്. പിന്നെ നിന്നെ നശിപ്പിക്കാൻ ഇവരെന്താ വല്ല പാലക്കുന്നവരായിട്ടാണോ? ഒന്ന് പോടാ. അമ്മേ, രമണിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? രമണിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസം ജനുവരിയാം തീയതി മാർച്ച് 31 വരുമ്പോ 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞല്ലേ? ഈ 8 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്റെ അമ്മ അതല്ല ഞാൻ പറഞ്ഞത്. എന്താണ് കഴിഞ്ഞ 8 വർഷമായിട്ട് എടാ ഉരുളി കമത്തലുണ്ട്, നടക്കണില്ല. ഇത് ഉരുളിക്ക് വരെ ഞാൻ പോയി കമന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്താണ് ഈ കഴിഞ്ഞ 8 വർഷമായി ഡോക്ടർ കുൽക്കർണിനെ കാണുന്നുണ്ട്. അവര് പക്ഷെ കാര്യങ്ങൾ നടക്കണില്ലല്ലോ. എന്റെ അമ്മ ഇതൊന്നും അല്ല എന്റെ വിഷയം. നിനക്ക് കുട്ടികളില്ല. നിനക്ക് കുട്ടികളുണ്ടാവണേ നീ കല്യാണം കഴിക്കണോടാ. ഈ തള്ള ചക്ക എന്ന് പറയുമ്പോ കൊക്കെന്നാണല്ലോ കേൾക്കുന്നത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ആലോചിച്ചത്. മോനെ ചക്കക്കുരും പരിപ്പ് കൂടി കൂട്ടാൻ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമാവോ? ഒരു ദിവസം കഴിഞ്ഞ് വലിച്ചു പോകും. അയ്യോടാ പറഞ്ഞേട്ടാ. അമ്മ ഈ അളിയൻ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്താണത്? അമ്മതേ കേട്ടു. അളിയൻ എന്താ അളിയാ ഇത് വന്നേ? തിന്നാൻ തരാനായിരിക്കും. അളിയൻ കഴിഞ്ഞ ദിവസം ഷാജിയുടെ കടയിൽ എന്തെങ്കിലും മേടിച്ചായിരുന്നല്ല? എന്നതാ മേടിച്ചത്? 2 പാലരമയും ഒരു ഏണിയും പാമ്പും. കാശ് കൊടുത്താ? അളിയൻ ഓൾറെഡി അവിടെ ഒരു പറ്റുണ്ടല്ലോ. പിന്നെ ഞാനും കൂടി ചെന്നൊരു പറ്റെഴുതി അയാളെ പറ്റിക്കേണ്ട കാര്യമുണ്ട്. അമ്മ, ഇത്രയും പ്രായമുള്ള ഈ മുതുക്കൻ ഈ സമയത്ത് കളിക്കേണ്ട കളിയാണ് ഏണി പാമ്പ് കളി. നാണം ഉണ്ടോ തനിക്ക്? എന്താടാ സുശീല ഇത്? അത് ശരി, ഇപ്പൊ അമ്മയും മോനും ഒന്നിച്ചായി. ഇവിടെ താൻ രാവിലെ കുളിച്ചൊരുങ്ങിയല്ലേ ഗമയിൽ പണിക്ക് പോകണ്ടല്ലോ. അളിയൻ ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരിക്കണ്ടേ? എനിക്ക് നേരം പോകണ്ടേ? അവൻ പറഞ്ഞ കാര്യമാടാ, അവനും നേരം പോകണ്ടേ? അവനൊറ്റക്കല്ലേ? അമ്മ, ഞാൻ ഈ പണിക്ക് പോകുന്നുണ്ടല്ലേ ഇങ്ങനെ ഈ 3 നേരം മിണിക്കാൻ വിഴുങ്ങുന്നത്. അയ്യോ, അത് ശരി. അപ്പൊ തിന്നതിന്റെ കുറ്റം പറയാണല്ലേ? അമ്മ ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കണം. എന്താടാ? എനിക്കിത് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എടാ പല പ്രാവശ്യമായിട്ട് നിന്നോട് ഞാൻ ഇത് തന്നെയല്ലേ പറയണത്. നിനക്കിത് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടാ? എടാ 8 വർഷമായിട്ട് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുകൊണ്ട് ചെറിയൻ്റെ അടിയിൽ വെച്ച് കൊണ്ടുത്തന്നു. എന്റെ സുശീല, നിനക്ക് ഇനിയെങ്കിലും ഒറ്റക്ക് കൊത്തി തിന്ന് പഠിച്ചൂടെ? അത് ശരി. അപ്പൊ നിങ്ങളൊന്നിച്ച്
ഇറങ്ങും സുശീൽ ഈ സെക്കൻഡ് ഇവിടെ ഇറങ്ങും. ഇപ്പൊ കുറെ നാളെ തിന്നെ കണക്ക് പറയാൻ തുടങ്ങിട്ട്. ആഹാ സുശീലിന് അത്ര നാണം കിട്ടവനല്ല. ഇപ്പം പല പ്രാവശ്യം എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രമേ എത്രയും പെട്ടെന്ന് തുണിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നടക്കണം. എടാ കളി കാര്യമൊന്നും ആ പോകുന്നുണ്ട്. പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെന്നേ. ആ അങ്ങനെ നീ പോ. അങ്ങനെ വെറുതെ തന്നെ പറഞ്ഞു വിടണ്ടേ. അമ്മക്കറിയാവാ ഞാൻ ഇവനെയൊന്നും കണ്ടിട്ടല്ലേ ഇവിടെ ഇത്ര നാൾ താമസിച്ചു. അറിയാവോ അമ്മേനെ ഒരാളെ ഓർത്തിട്ട് ഇത്ര നാൾ ഞാൻ ഇവിടെ താമസിച്ചത്. എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഭാഷയാണ് അവരിപ്പോ പറഞ്ഞത്. ഞാൻ പോയാലും എന്റെ അമ്മ സമയാസമയത്ത് മരുന്ന് കഴിക്കണം. പിന്നെ കാലിന്റെ നീരുദോഷം മാറിയാണ് എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം. എന്റെ കാലിന്റെ നീരോഷം അവിടെ ഇരിക്കട്ടെ, നീ അച്ചു വീട്ടിൽ കിടക്കണ പേരുദോഷം ആദ്യം മാറ്റി. തള്ളേ അവന്റെ കൂടെ കൂടിയാണ് ഇപ്പൊ ഈ സെക്കൻഡ് സുശീലിന് നിന്നോട് തുണിയൊക്കെ എത്ര പെട്ടെന്ന് വാരിക്കെട്ടാനായിട്ട്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി ആരും. എടാ കളി കാര്യമൊന്നും ഉണ്ട്, അവനെ അവളെ വിളിച്ചോണ്ട് പോകും. പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അവൻ പോയി കഴിഞ്ഞാൽ നിന്റെ പെങ്ങൾ അജ്ഞാതായി പോകൂലേ? ആ സാധനം നിൽക്കുമ്പോ അവന് വിളിച്ചോർത്ര. എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. എന്റെ ദൈവമേ കൂടെ പെങ്ങളും ഉണ്ടാവും. എന്താ ഞാൻ പോണില്ലേ? എങ്ങനെ പോകും? അവള് തുണി നനച്ചിട്ടിരിക്കല്ലേ, ഇന്നിപ്പോ പോക്ക് കിടക്കൂല. ഓരോ കാരണം കണ്ടുപിടിച്ചിരിക്കുക, തുണി അലക്കിട്ടിരിക്കണെന്ന്. എന്തു ആളിയാ ഇത്? അത് ശരി. അപ്പൊ ഇവിടെ കുളിയും തന്നെ ഒന്നും പാടില്ലേ? അയ്യോ ഇതേ ഓപ്പോ ഉണ്ട്. നല്ല വിശേഷം. ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞു. അത് കേട്ടിട്ടാ ഞാൻ അവിടെ നിന്ന് കെട്ടുകിടക്കി എടുത്ത് പോകുന്നത്. ഇതൊന്നും അവിടെ കൊണ്ടുവച്ചേ. മോനെ പ്രവീണേ, എന്താ ഇവിടെ എന്താടാ വിഷയം? അമ്മാവൻ എന്താ അവസ്ഥ അറിയാൻ പാടില്ല. അറിയില്ല, കാര്യം പറ. അമ്മാവാ, ഞാൻ കഴുതയെ പോലെ പണിയെടുത്തിട്ട് പട്ടിയെ പോലെ ഈ കുടുംബത്തെ വന്ന് കയറുന്ന അറിയാവോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ നീ കഴുതിയാണോ അതോ പട്ടിയാണോ? പട്ടി. എന്റെ സുശീല, നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കണതല്ലേ, അങ്ങനെയൊക്കെ പറയാമോ? നമ്മളൊരു കുടുംബമല്ല, ഞങ്ങളല്ലേ ഇവിടെ ഒരു കുടുംബം. അമ്മാവൻ അപ്പുറത്തെ കുടുംബത്തിൽ അവിടുത്തെ കാര്യം പോയി തിരക്കിയാ പോലെ. ആരോട് പറയാൻ? ഇവളോട് പറയാ. കമലാക്ഷി ഇങ്ങോട്ട് വന്നേടി. എടേ, ഈ വീട്ടിൽ എന്തൊക്കെ ചീഞ്ഞു നാറുണ്ടെന്ന് ഞാൻ അവിടെ വെച്ചേ അറിഞ്ഞു. അത് അപ്പുറത്ത് അവന്റെ തുണി നനച്ചിട്ടാക്ക, അതിന്റെ മണമായിരിക്കുള്ളൂ. ആരോട് പറയാം? എന്റെ പ്രവീണ, എന്താ ഈ വീട്ടിൽ ഈ അവസ്ഥയിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇനി കഴിയില്ല. നടപടി ഇല്ലാത്ത കേസ് കേട്ടാണ്. ഇതിനൊരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്ത്? ഈ സ്ഥലവും വീട് അങ്ങോട്ട് വിൽക്കാം. ഇത് ആരെങ്കിലും മേടിക്കട്ടെ അമ്മാവ. ഓപ്പ മേടിക്കടാ. ഓപ്പ് മേടിക്കും. കോപ്പ്. ഇതെന്റെ അച്ഛനുറങ്ങണ മണ്ണാണ്. ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ മോനെ, അച്ഛനുറങ്ങണ മണ്ണ് ഇന്നല്ലേ ആയത്. ഇതിക്ക് മുമ്പ് അച്ഛനുറങ്ങാത്ത വീടായിരുന്നു തട്ടത്. അതിന് അമ്മ അച്ഛന് സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ സുശീല, പ്രവീണ ഈ സ്ഥലം വിൽക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ പിടിച്ച കാര്യം നടക്കും. ഇനി ഓപ്പ പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞേക്കരുത്. പിടിച്ചോ. തുണി ഉണങ്ങിട്ടുണ്ടാ. ഓപ്പ ഇപ്പൊ തുണി ഉണങ്ങി ഇപ്പൊ തന്നെ വാരിക്കെട്ടി ഇവിടുന്ന് പോകേണ്ടി വരും. പിടിച്ചേ. സമയത്താണ് ബട്ടൺസ് വേണ്ടത്. നീ ഒന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പിടിച്ചേ. ഈ ഷർട്ടോട് കൊണ്ട് നനച്ചിട്ടെ. കണ്ടാ ഇവിടെ പോകാണ്ടിരിക്കാൻ ഓരോ ഉടായ്പ കാണിക്കാൻ ഇയാള്. അമ്മ ഈ തുണിയെല്ലാം കൂടി ഞാൻ ഒരു ദിവസം വാരി കത്തിക്കും കേട്ടാ. അത് നടക്കൂല. എന്താ നനഞ്ഞ തുണി കത്തൂല. നനഞ്ഞാണ് ഉണങ്ങിയാൽ ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് ഇറങ്ങിക്കോണം. കണ്ടു? അത് ശരി. എന്റെ നേരം എന്തിനാണ് വെക്കിട്ട് കയറുന്നത്? അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 8 വർഷമായില്ലേ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോടാ, അവൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? ഒന്നും ചോദിക്കാറില്ല, തന്നെ എടുത്ത് കഴിക്കാറല്ലേ പതിവ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കായിട്ടൊന്നും വേണ്ട, ഞാനൊന്നും ചോദിക്കണില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വാക്ക് കൊടുത്തു. നാളെ രാവിലെ ഞങ്ങൾ പൊക്കോളാം. രാവിലെ ഇന്നിപ്പോ പോക്ക് നടക്കൂല. തുണി നനച്ചു പോയില്ലേ? എന്നാലും തുണി എന്നുള്ള പിടിവിട്ടിട്ടില്ലല്ലേ? നിങ്ങൾ കുടുംബക്കാരെല്ലാരും കൂടി കണ്ടുപിടിച്ചോണ്ട് വന്നല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, കല്യാണത്തിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ മനുഷ്യനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുമാക്കണെ ഞാൻ കെട്ടും. എന്നാ വർത്താനാണ് ഈ പറയുന്നത്? ഇനി കല്യാണത്തിന് ഒരാഴ്ചക്ക് മുമ്പ് അവന്റെ ഫോട്ടോ ഞാൻ നിന്നെ കൊണ്ട് കാണിച്ചതല്ലേ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ കളർ തിരിച്ചിടാ. നോക്ക്. എന്റെ സുശീല, നിനക്കൊരു കളർ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പാടില്ലായിരുന്ന? കളർ കൊടുത്താൽ കല്യാണം നടക്കുവോ? ഇനി ആരും തല്ലു പിടിക്കാൻ തർക്കിക്ക് ഒന്നും വേണ്ട. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓപ്പേ പറഞ്ഞേ, ഇവിടെ എന്നും തല്ലും പക്കും വഴക്കാണൊക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഉള്ള ഭൂമിയും പറമ്പും ഒക്കെ ഇവർക്ക് അവിടെ വീതം വെച്ചു കൊടുക്കാന്ന് അവിടെ വിചാരിച്ച്. നല്ല കാര്യം. ഓപ്പ എന്ത് പറയണ്? നല്ല കാര്യമാണ്. ഇവിടുത്തെ ഈ അലമ്പൊക്കെ മാറി കിട്ടൂലോ. പക്ഷെ ഓപ്പ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താ? ഇവര് രണ്ടുപേരും മാത്രമല്ലല്ലോ എന്റെ മക്കള്. അല്ല, വേറെ ഒരുത്തരും കൂടി ഉണ്ടല്ലോ, മൂത്തവൻ പങ്കജാക്ഷൻ. അവനും കൂടി പറ്റേ, അവനും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ വരുന്ന വഴിക്ക് അവന്റെ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വല്യേട്ടനെ വിളിച്ച് പറഞ്ഞ? പിന്നെ എന്നും പറഞ്ഞാ വല്യേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അമ്മയ്ക്ക് സീരിയസാണ്, എമർജൻസി ആയിട്ട് വന്നു പറഞ്ഞു. അല്ലോ ഇപ്പൊ നമ്മുടെ അമ്മ മരിച്ചിട്ട് കാല കുറയില്ലേ? നമ്മുടെ അമ്മയല്ലേ അവന്റെ അമ്മ, അതായത് നീ. ഞാനിവിടെ പയറോടി പോലെ തുള്ളിക്കാറ്റ് ഇറക്കേണ്ടത് നിനക്ക് സൈക്കിളില്ലാടെ. ഏതാ അരിശ്ശേരി ഓപ്പയൊക്കെയാണ്, പക്ഷെ ചുനകനാണ്ടാ. ഇവിടെ വന്നിട്ട് ചുനകത്തരം കാണിക്കാൻ ഒറ്റക്ക് മിണുങ്ങാനുള്ള പരിപാടിയാണ് പുള്ളിക്ക്. പിന്നെ ഓപ്പ ഇങ്ങോട്ട് വന്നേ, അവനെ മാത്രമല്ലേ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. കൂടെ മൂദേവി വരുമോ? അവനോട് പറഞ്ഞിട്ടുണ്ട് മൂദേവി വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മൂദേവി വരുമെന്ന് അറിയാൻ പാടില്ല എന്നല്ല, വരാൻ പാടില്ല. അടിച്ചതിന്റെ അകത്താൻ കയറ്റൂല, പുത്തല്ലേ എന്തെങ്കിലും ഓടിക്കും. അതെന്താ?
കുടുംബത്തേറ്റാ കൊള്ളൂല. ഈ അമ്മേനെ എടാ അത് തന്നെയല്ലെന്ന് അവരില്ലാത്ത സമയം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയേ മൂത്ത് നോക്കിയിട്ട് കൊഞ്ഞനെ കുത്തി കാണിക്കും. ഈ തള്ള അല്ലാണ്ട് ഇവിടെ മക്കളെ ഇത് അമ്മനെ കാണാത്തവരെ വെറുതെ പറയണതാണ്. നമ്മൾ ആരുടെയും കുറ്റവും കുറവും കുടുദോഷവും പറയാൻ നമ്മളില്ല. നമ്മൾ ആരെയും കുഞ്ഞിനെ കുത്തി കാണിക്കാനും ഇല്ല. മനസ്സിലായില്ലേ? ആ നിനക്കുണ്ട് ഈ അസുഖം. നമ്മുടെ രക്തബന്ധല്ലേടി. ആ അതുമല്ല. ആശുപത്രി എടാ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അത് നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാനിവിടെ പുതിയതായിട്ട് നിൽക്കണില്ലേ? എടാ മോനെ നീ എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? നീ അവിടെ വലിയ സെറ്റപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് നീ ഓട്ടോറിക്കാണ് വന്നത്. പിന്നെ ഓട്ടോറിക്ഷ പട്ടി വരും. പിന്നെ അതായത് വേറെ ആരാണ്ട് വന്നു. അപ്പൊ നീ എങ്ങനെ വന്ന്? ഞാൻ നടന്നു. അയ്യോ വിളിച്ചേ ഇതന്നെ ഏട്ടാ ഇത് എമർജൻസിയാ. അമ്മയ്ക്ക് സുഖമല്ല, എമർജൻസി ആയിട്ട് വരാനല്ലേ പറഞ്ഞേ. എന്റെ പങ്കജാശ എമർജൻസി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി പറഞ്ഞതാ. എന്നാ പിന്നെ അത് ഇംഗ്ലീഷിൽ പറയാൻ പാടുള്ളൂ. എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളല്ലേ ഞാൻ. ശരിക്കും ഇവിടെ എന്നാ വിഷയം എന്നാ? വിഷയം ഞാൻ പറഞ്ഞുതരാം. മൂവന്തി അമ്മ അവിടെ വിളക്ക് വെച്ചു. വിളക്ക് വെക്കാൻ നേരത്തെ ഈ പ്രവീണും അളിയനും കൂടി പ്രശ്നം ഉണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ അളിയനും അമ്മയും കൂടി പ്രശ്നം ഉണ്ടാക്കും. അതിന് അമ്മയും പ്രവീണും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വിളക്ക് വെക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നം. ഇവിടെ വിളക്ക് വെക്കണ അമ്മാൻ കിടന്ന് വെള്ളം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നാളെ മുതലേ കുടുംബത്ത് മൂവന്തിക്ക് വിളക്ക് വെക്കണ്ട. വേണ്ട, പ്രശ്നം തീർന്നില്ലേ? പൊക്കോട്ടമ്മേ. ചേട്ടാ ഇത് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ. ചേട്ടൻ അറിയാമോ, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കുടുംബത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുന്നത് ഞാനാ. ഇതിനൊരു തീരുമാനം ചേട്ടൻ ഉണ്ടാക്കി തരണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കുടുംബത്തുള്ള ആൾക്കാർ ഉപ്പും കർപ്പൂരം മാത്രമാണോ തിന്നണേ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഉപ്പും കർപ്പൂരം മാത്രം ഞാൻ മേടിക്കാം, ബാക്കിയെല്ലാം നീ മേടിച്ചോ. ഇപ്പോൾ ഒരു തീരുമാനമായില്ലേ? പൊക്കോട്ടമ്മേ. എവിടെ നീ കാലും മാണിയോട് തുള്ളിച്ചാടി അങ്ങോട്ട് പോയി. എനിക്കവിടെ പോയിട്ട് ഇഷ്ടം പോലെ പണിയുള്ളതാണ്. പാത്രം തേക്കണം. അയ്യടാ നീയാണിപ്പോ അവളുടെ തുണിയൊക്കെ കലക്കി കൊടുക്കണത്. നാണുണ്ടാടോ നിനക്ക്? നാണിക്കണെന്തിനാ? ഞാൻ പാത്രം കഴുകുന്ന നേരത്തെ അവളെന്നെ സഹായിക്കാറുണ്ടല്ലോ. കുഴപ്പമില്ല. എടാ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഇവന് കുറെ വിഷമങ്ങളുണ്ട്, അത് ചേട്ടൻ വന്നിട്ട് പറയാൻ നിൽക്കണം അവൻ. എന്തോ അളിയന്റെ ആ കുടവേറ് കണ്ട? അതുണ്ട്. എന്റെ അധ്വാനം അതാ, എന്റെ അധ്വാനം അറിയാമോ? മതി, എനിക്ക് നിന്റെ വിഷമം മനസ്സിലായി. മനസ്സിലായി. ഇനി ആ കാട്ടുപോത്തിനെ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിന്റെ വയറ് ഒരുപാട് ഓവർ. അവിടെ അല്ല, ഇവിടെ നോക്കി പറ. എടാ അവിടെ തലച്ചോറുണ്ടോ? ഇതിനകത്താകുമ്പോ കാലത്ത് കഴിച്ച പഴഞ്ചോറ് എന്തെങ്കിലും ഉണ്ട്, അത് കാരണം പറഞ്ഞ. നിന്റെ വയറാണ് ഇഷ്ടമല്ല. അപ്പൊ രാവിലെ 2 റൗണ്ട് ഓടിയിട്ട് ഈ വയറ് അങ്ങോട്ട് കുറയ്ക്കണം. മനസ്സിലായില്ലേ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയുണ്ട്. അവൻ രാവിലെ എണീറ്റ് ഒരു വയറ് കുറച്ചോളും. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇവന്റെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് അങ്ങോട്ട് പറയാം. ഇവന് വയസ്സ് 35 അറിയാമോ? കുറയ്ക്കണോ? കുറയ്ക്കണ്ട, എന്നാ കൂട്ടിയേക്കാം. കൂട്ടണ്ടെന്ന്. എടാ 35 വയസ്സായ ഒരു പെണ്ണും കേട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കണ്ടേ, അതാണ് ഇവന്റെ വിഷമം. അത് അമ്മാവൻ പറഞ്ഞ കാര്യ. അളിയാ പെണ്ണ് കെട്ടണം, എന്നിട്ട് പെണ്ണുമ്പിള്ള വീട്ടിൽ പോയി താമസിക്കണം. എന്നാ സുഖാന്നറിയാവോ? ഇവന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ പത്നി ഒന്ന് ചാവുള്ളൂ. പണ്ടാറങ്ങനെ. എടാ പ്രവീണ, നീ വിഷമിക്കണ്ട. നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നീ ചേട്ടൻ നടത്തും. ഞാനത് മുടക്കും. നല്ല സമയം പോയി കിടക്കണ്ട, രാത്രി എന്റെ കല്യാണം. ഇപ്പൊ കുറെ നാളെ എന്റെ കണ്ണൂന്ന് സംസാരിക്കാൻ. ഞാൻ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് പൊറുതി കൂടാനല്ലേ? വേണ്ട, നിർത്തിക്കോ. നീ കുറെ നേരത്തെ പറഞ്ഞ് എന്നെ ആലോചിച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പൊ അവൻ വന്നപ്പോ അവൻ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. സത്യത്തിൽ നീ ആരോർത്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്? എന്റെ കുഞ്ഞളിയെ ഓർത്തത്. എന്റെ പൊന്നളിയാ, ഇത്ര നാൾ ഓർത്തത് പോലെ ഇനി ഓർക്കണോ? അമ്മാവ എന്നെ ഓർക്കേ വേണ്ടേ? നിർത്ത് മതി. ഇവിടെ വന്നേ, എല്ലാവരും ഇവിടെ വന്നേ. ഏതായാലും ഓപ്പേ പങ്കജാക്ഷം വന്നല്ല, നമുക്ക് കാര്യങ്ങളവിടെ അവതരിപ്പിക്കാം. മോനെ, ഇവിടെ തല്ലും പക്കാണൊക്കെയാണ്. എനിക്ക് പഴയതുപോലെ തുള്ളിച്ചാടി നടക്കാനോ മറ്റുള്ളവരെ കൊഞ്ഞിനെ കുത്തി കാണിക്കാനോ സാധിക്കണില്ല. അപ്പൊ എനിക്കിത് കേൾക്കാനും കാണാനുള്ള കഴിവില്ല. അപ്പൊ അതിന്റെ പേരിൽ ഉള്ള ഭൂമിയും പറമ്പും വീടൊക്കെ കൂടി നിങ്ങൾക്ക് 3 പേർക്കൂടെ വീതം വെക്കാൻ തീരുമാനിച്ചു. ഞാനിത് അമ്മയോട് എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെണ്ണുമ്പിളുടെ വീട്ടിലാണല്ലോ. അപ്പൊ ഞാൻ കയറി ചെല്ലുമ്പോ അവള് പറയണേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ ഒന്നും ഗുണമെന്നില്ലല്ലോ. എന്ത് ഗുണമെന്നുണ്ട്? എനിക്കൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. എന്തായാലും ഇതിനൊരു തീരുമാനമായിട്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. നമുക്കിത് എങ്ങനെ വീതം വെക്കാം? എങ്ങനെ വീതം വെക്കാന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇത്ര നേരമൊക്കെ ഇല്ലേ, നാളെ നേരം വെളുത്തിട്ട് വക്കീലിനെ കൊണ്ടുവന്നിട്ട് ആധാരം നാളെ നടത്താം. ഇപ്പൊ ഇവരുടെ മനസമാധാനത്തിന് ഇവർ കുറക്കൂലല്ല. ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാനിപ്പോ പറയാം. അതായത് 3 സെന്റ് പറമ്പിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറുള്ള 1 സെന്റ് മൂത്തവും പങ്കജാക്ഷന്, പിന്നെ തെക്ക് വടക്കുള്ള 1 സെന്റ് രമണിക്ക്, പിന്നെ ബാക്കിയുള്ള 1 സെന്റ് എൻ്റെ ഇളയ മോൻ
പ്രവീണിന് മതി. എല്ലാവർക്കും സന്തോഷമായില്ല? സന്തോഷമായില്ലോടാ നിനക്ക്? സന്തോഷമായില്ലേ? ഓക്കെ ഇവന്റെ എന്റെ വിഷമം കൊണ്ട് പറിച്ചു പോയത് അളിയ. ക്ഷമിക്കണം അളിയ. അളിയനോട് ഞാനല്ലേ ക്ഷമിക്കേണ്ടത്? അളിയനല്ലേ പണിയെടുത്തല്ലേ ഇത്ര തീറ്റിപ്പോച്ച്. ഒരു കാര്യം ചെയ്യും, എന്തായാലും വീതമൊക്കെ തീരുമാനിച്ചു. അളിയന്റെ വീതം പെങ്ങൾക്ക് എഴുതി കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ താമസിച്ചോ വിഷമം തീറ്റിക്കോട്ടോ. അപ്പോഴും തനിക്ക് പണിക്ക് പോകാൻ കഴിയില്ലല്ലേ? ഞാൻ തന്നെ പണിയെടുത്ത് തന്നെ ഇനി തീറ്റണോടോ? അളിയ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച എന്നാന്ന് വെച്ചാലേ, എന്റെ സ്ഥലം ഞാൻ വിറ്റേച്ച എന്റെ പെണ്ണുമ്പിള്ള അടുത്തേക്ക് പോകണം. ദൈവത്തോർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോകണം. ഞങ്ങൾ വിറ്റിട്ട് ഞങ്ങളും പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഈ സ്ഥലം വീതം വെക്കാൻ പറ്റൂല. അതെന്നാ? എടാ ഇത് 3 സെന്റ് സ്ഥലത്ത് ഒരു വീടല്ലേ? അതെ. ഇതിങ്ങനെ വീതം വെക്കണമെങ്കിൽ വീട് പൊളിക്കണം. വീട് വിളിക്കാനോ? വീട് എങ്ങനെ വിളിക്കും? ഇത് അമ്മയ്ക്ക് അവസാനം വരെ കിടപ്പവാസം കിട്ടിയണതല്ലേ? എന്നുവെച്ചാ എടാ നിന്റെയൊക്കെ തള്ള മരിക്കേണ്ടത് വീതം വെക്കാൻ പറ്റൂലെന്ന്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ കഴിഞ്ഞോ എന്റെ കാലം വരെയും ഇതുമല്ല തന്നെ മുന്നോട്ട് പോകാം. അയ്യോ, അപ്പൊ ഇനി ഞാൻ ഈ പണ്ടാരക്കാലിനെ പണിയെടുത്ത് തീറ്റണോ? രമേ ചോറ് വിളമ്പിക്കോ. ഞങ്ങൾ മിമിക്രിക്കാർക്കാണ് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് ഫ്രീഡം ഉണ്ട് നമുക്ക്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ അതിൻ്റെ കയ്യടിയാണെങ്കിലും കൂകലാണെങ്കിലും നമ്മൾ തന്നെ റിസീവ് ചെയ്യുന്നു. ഇത് നാടകത്തിൽ അങ്ങനെയല്ല. നാടകം തുടങ്ങി അവസാനിക്കുന്നത് വരെ അവർ നിർത്തുകയോ ഇടയ്ക്ക് മുറിക്കുകയോ ഒന്നും. കറണ്ട് പോയാൽ മാത്രം രണ്ടാമത് തുടങ്ങി, കർട്ടൻ ഇട്ടിട്ട് പിന്നെ രണ്ടാമത് പരിപാടി ഇല്ല. ഫുള്ള് സാർ വല്ല നാടക സ്ഥലത്ത് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ ഓഡിയൻസിനൊക്കെ ബഹളം ഉണ്ടാകുക. ചിലപ്പം ചില കുഞ്ഞുങ്ങളുമായിട്ട് വരും, ചില തള്ളമാർ വന്ന് കൊച്ചുങ്ങൾക്ക് അറിയാൻ തുടങ്ങും, നിർത്തുകയില്ല. അപ്പോൾ ആദ്യമൊക്കെ പുള്ളി ഇങ്ങനെ അഭിനയിച്ച ഡയലോഗിനൊക്കെ ഒന്ന് നോക്കും, പിന്നെ വീണ്ടും ഡയലോഗ് പറയും, പിന്നെ ഒന്നും കൂടി നോക്കും, പിന്നെ ഇല്ലേ പുള്ളി അതേ കൃത്യമായി ആ സ്ഥലത്ത് തന്നെ അവിടെ ഇരുട്ടായിരിക്കുമല്ലോ, ആ കുട്ടി കരയുന്നതേ അതിനിപ്പോൾ എന്തോ ഒരു അത്യാവശ്യമുണ്ട്, അത് അതിന് അമ്മയ്ക്ക് അറിയാം, കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് സാധിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ആ കുട്ടിയെ ഏൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ അടുത്ത് ഇതിന് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇത് പറയുകയും ചെയ്യും, അടുത്ത പറയണേ പിന്നെ നാടകം. പക്ഷെ അത് ഓഡിയൻസ് ചിരിക്കുകയും ചെയ്യും, ആ ഒരു ഇഷ്ടപ്പെടുകയും ചെയ്യും, കുട്ടിയുടെ കരച്ചിൽ മാറുകയും ചെയ്യും. നാടകത്തിൽ അത് പിള്ളസാറിന് വേണ്ടി പിള്ളസാറിന് മാത്രം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്കൊരു അനുഭവമുണ്ട്. ടി ഡി മോഹൻ നാടകം കാണാൻ വേണ്ടി പോയപ്പോൾ നാടകം തുടങ്ങി, അപ്പം ഓഡിയൻസിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഫാനും ഓഫായിപ്പോയി. രണ്ടും ഒറ്റ കണക്ഷനാണ്. ഓഡിയൻസ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫാൻ ഓഫ് ആവും. നാടകം തുടങ്ങിയപ്പോൾ ചൂടെടുക്കുന്നുണ്ട്, ആളുകൾ ബഹളമാക്കി തുടങ്ങി. അപ്പോൾ ഇവിടെ സാറിന് നിർത്തുന്നുണ്ട്, ആ ഫാൻ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു ഫാൻ ഇട്ടപ്പോൾ ഫാനിൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസിൽ ലൈറ്റ് ഓണായി. അപ്പോൾ സാർ പറഞ്ഞു ലൈറ്റ് പറ്റില്ല, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫാൻ. അപ്പോൾ എന്തോ കണക്ഷൻ്റെ എന്തോ പ്രശ്നമാണ്, രണ്ടും കൂടിയേ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ പുള്ളിയുമായിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ പ്രശ്നം കിടപ്പുണ്ട്, ഇപ്പം എന്ത് വേണം, ഒന്നുകിൽ നമുക്ക് നാടകം നിർത്തിയിട്ട് ഫാനൊക്കെ ഇട്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ കാറ്റപ്പെട്ടിരിക്കാം, അതല്ലെങ്കിൽ കുറച്ച് ചൂടൊക്കെ സഹിക്കുക, നമുക്ക് നാടകം കാണാം. ഏത് വേണം? നാടകം കണ്ടാൽ മതി. ഓക്കെ, നാടകം തുറക്കട്ടെ. ഒരിക്കലേ നമ്മുടെ പ്രേതലോകം നാടകമായിരുന്നു. അപ്പം അതിനകത്ത് കുറേ തെരുവുതണ്ടികളുടെ കഥയാണ്. തെരുവുതണ്ടികളും പിന്നെ ഒരു നമ്മുടെ സമൂഹത്തിലെ വൻ മേഖലയിലുള്ള ആൾക്കാരുടെ ജീവിതവും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. അപ്പം ലാസ്റ്റ് സീൻ ഈ തെരുവിൽ, ആ തെരുവെന്ന് പറഞ്ഞാൽ സൊസൈറ്റി ബാങ്കിൻ്റെ ലിക്വിഡേഷൻ ഒരു ബോർഡുണ്ട്. ഒരു ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്ത ബാങ്കിൻ്റെ തിണ്ണയിൽ രാത്രിയിൽ കഴിഞ്ഞു കൂടുന്ന കുറേ ധർമ്മക്കാർ. ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയാണ്, ഒരു തെരുവുതണ്ടി പെണ്ണ്, എവിടുന്നോ ആരുടെയോ ഗർഭം ധരിച്ച് ആരും നോക്കാനില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകും? പൈസയില്ല. അപ്പോൾ ഒരു മുസ്ലിം ഒരു ക്യാരക്ടറുണ്ട്, എന്നാലും കാര്യം ചെയ്യാം, ആ കടയുടെ മുക്കിനോട്ടിരുത്ത്, അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ല. അപ്പം അങ്ങനെ ഇവളെ പ്രസവിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഈ വൃദ്ധൻ ഇവിടെ മരിക്കാൻ കിടക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ആ സീൻ നാടൻ തീരുന്ന സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനെ ഇയാൾ പ്രത്യേക ശ്വാസം വലിച്ചിട്ട് ഇതിൽ മരിക്കും. പറഞ്ഞു ആ അങ്ങനെ ഒന്ന് തീർന്ന് ഒന്ന്. അപ്പോൾ ഈ കുട്ടിയുടെ കരച്ചു ഇപ്പോഴും സമസമമാണ്. അതായത് ഈ അതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ടേപ്പൊന്നുമില്ല, റെക്കോർഡിങ് പരിപാടിയില്ല, എല്ലാം മ്യൂസിക് എല്ലാം വായിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ലൈവാണ്. ഇങ്ങനെയുള്ള ഈ സൗണ്ടില്ലേ, കുട്ടി കരയുന്നത്, അതൊക്കെ റെക്കോർഡുണ്ട്. മറ്റേ അതിനകത്ത് മറ്റേ ഗ്രാമഫോൺ പോലത്തെ റെക്കോർഡ് പ്ലെയർ. അപ്പം അതിനകത്ത് ഒന്ന് കുട്ടി കരയുന്നത്, ഒന്ന് പുഴ ഒഴുകുന്നത്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഈ കൃത്യം ഇവന് അന്നത്തെ സൂചി എടുത്ത് വെക്കണ്ടേ, സൂചി എടുത്ത് സൂചി മാറി പട്ടി കുരയ്ക്കുകയാണ്. കുട്ടി പട്ടി കുരച്ചു. അച്ഛനൊന്നും നോക്കി പെട്ടെന്ന് അവൻ മനസ്സിലായിട്ട് പെട്ടെന്ന് കുട്ടി കരയുന്നു, കുഞ്ഞു കരയും. അങ്ങനെ പട്ടിയും കുരച്ചു, കൊച്ചും ജനിച്ചു.
അത് ആൾക്കാർ അബദ്ധം പറ്റിയതുകൊണ്ട് അവർ ചിരിച്ചു. അതിന്റെ കൂടി ഇത് പറഞ്ഞപ്പോ അതൊരു ഭയങ്കര ചിരിയായി. അത് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഞാൻ ആദ്യം കാണുന്ന നാടകം ശരിക്കും നാടകങ്ങൾ കാണാൻ ഞങ്ങൾ പോകും പണ്ടും. പോകുന്നത് ഞങ്ങൾ കുട്ടികൾ, ഞാൻ ഇന്ന് കലൂരാണ്. കലൂർ നാടകം കാണാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകം കാണാനിരിക്കുന്നവരുടെ പെൺകുട്ടികൾ, ഞങ്ങൾ കൊച്ചു പിള്ളേരാണല്ലോ, 4ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പുറകെ പോയിരുന്നിട്ട് 2 പെൺകുട്ടികൾ അന്ന് മുടി പിന്നിടും. ഇവരുടെ 2പേരുടെ മുടി തമ്മിൽ കൂട്ടി കെട്ടിയിടുക. പിന്നെ മുണ്ടെടുത്തിരിക്കുന്നവന്മാരുടെ 2 മുണ്ടിന്റെ അറ്റവും കൂടി കെട്ടിയിടുക. അവരുടെയൊക്കെ ചിലരുടെ മുടിയിൽ കല്ല് കെട്ടി തൂക്കിയിടുക, ചിലരുടെ മുണ്ടിൽ കല്ല് കെട്ടി, ഇതൊക്കെയാണ്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കല്ല് കെട്ടിപ്പോ. ഈ നാടകം കഴിയുമ്പോൾ ഞങ്ങൾ നാടകം തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈ തമാശ കാണാനാണ്. പിള്ളേരാണ്, എല്ലാം പിള്ളേരാണ്. എൻ്റെ ലീഡറാണ് ഞാൻ. അപ്പോൾ നാടകം കഴിഞ്ഞ് ഇവരിങ്ങനെ എഴുന്നേക്കും. എല്ലാവരും തറയിൽ ഇരിക്കുകയായിരിക്കുമല്ലോ മണലിൽ. എഴുന്നേൽക്കുമ്പോൾ പലരും അണ്ടർവെയറിലായിരിക്കും. കാരണം ഇവരുടെ മുടി പിടിച്ചു. അത് കണ്ട് പെൺകുട്ടികൾ ചിരിച്ച് ഇങ്ങനെ പോകുമ്പോഴേക്കും അടുത്തവരുടെ മുടി തമ്മിൽ കെട്ടി വലിയും. ഇത് കണ്ട് ചിരിക്കാനാണ് ഞങ്ങൾ നാടകത്തിന് പോകുക. പക്ഷെ ഞാൻ ഇത് പോയി ഒരു സ്ഥലത്ത് പോയി മുണ്ട് കെട്ടിടാൻ വേണ്ടി ഇരുന്നതാണ് ഈ പ്രേതലോകം എന്ന് പറയുന്നത്. ഈ നാടകം ഞാൻ അവിടെ ഇരുന്ന് അതിൻ്റെ നടുക്കിരുന്ന് ഈ നാടകം മുഴുവൻ കണ്ടു. കുട്ടനെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. പിള്ള സാറിനെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ വെച്ചിട്ട് അത്ഭുതത്തോടു കൂടി 4ലോ 5ലോ പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുണ്ട് കഴിഞ്ഞു പോകുന്നു. കാരണം എൻ്റെ ആരോ കെട്ടിയിട്ടിരിക്കും, ശ്രദ്ധിക്കാതെ. അപ്പോൾ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർ തന്നെ ചെയ്ത പണിയാണ്. അപ്പോൾ അന്ന് ആ നാടകം കാണുന്ന 5ാം ക്ലാസ്സുകാരൻ ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ പിള്ള സാറും ഈ കുട്ടൻ ഒക്കെ വെച്ച് ഞാനും ലാലും ഒക്കെ പിന്നീടൊരു സിനിമ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതാണ് കാലത്തിൻ്റെ ഒരു വലിയ സർക്കിൾ അല്ലേ? അയ്യോ, പിന്നെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളെ പോലത്തെ പറയല്ലേ, ഞാനിപ്പം മലയാളത്തിലെ ഏറ്റവും ഈ പറഞ്ഞ ചെയ്ത സിനിമകളെല്ലാം വിജയിക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് മാത്രമേ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഭാഗ്യം മാത്രമല്ല, അത് നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ കഴിവാണ്. അല്ലാതെ ചുമ്മാ എല്ലാ സിനിമകളും ഓടുകയല്ലോ, എല്ലാ സിനിമകളും. അത് പ്രേക്ഷകരോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രേക്ഷകരുടെ. അല്ല, ഇന്നലെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു ചെറിയ ഹ്യൂമർ സീനുണ്ട്. അപ്പം ഹ്യൂമർ സീൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് 2-3 ചിരി വരാം. അപ്പോൾ അത് ഒറ്റ ഷോട്ടിലെടുത്തത്. അപ്പം നമ്മുടെ വേറെ ആളിങ്ങനെ സംസാരിച്ച് പറഞ്ഞു അത് സിദ്ദിഖും ലാലിൻ്റെ അവരുടെ സിനിമ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നാടകമാണെങ്കിൽ ഒരു ഡയലോഗ് കഴിയുമ്പം ഒരു ചിരി വരും. പിന്നെ ആ ഡയലോഗ് കഴിഞ്ഞ് ആ ചിരി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡയലോഗ് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇതിൽ നിന്നിട്ട് ഇവൻ്റെ ചിരി ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അടുത്ത തുടങ്ങും. പക്ഷേ സിനിമയിൽ പറ്റുകയല്ലോ എന്ന് ഇതിനെപ്പറ്റി ചർച്ച വന്നു. അപ്പം ഇതറിയാവുന്ന ഒരേ ഒരു ഡയറക്ടേഴ്സ് നിങ്ങൾ 2 പേരുമാണ്. അതൊരു ഭയങ്കര കോംപ്ലിമെൻ്റാണ്. റാംജി റാവു ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഒരു പ്രാവശ്യം കണ്ടാലും മനുഷ്യൻ ചിരിക്കാൻ, പിന്നെ 2, 3, 4 പ്രാവശ്യം കണ്ടാലും ചിരിക്കാൻ. അതിപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് പോലും ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ എല്ലാവർക്കും മുകേഷിനും ഒക്കെ എല്ലാവർക്കും പ്രോബ്ലം ആയിരുന്നു. കാരണം നമ്മൾ വേണുവിന് അല്ലേ ഒരു ഷോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നല്ല ലൈറ്റപ്പ് ഇട്ട് കുറേ കൂടി ടൈമിംഗ് ആണ്. ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തമാശ പോകും. അല്ല, തമാശ പോവില്ല. നിങ്ങളുടെ ലാഗ് പോലും നമുക്ക് എഡിറ്റിങ്ങിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളിടത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിയതാണ്. അത് സ്റ്റേജിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഫാസിൽ സാറിൻ്റെ കൂടെ ഫാസിൽ സാർ ഇമോഷൻ സീൻസിന് വേണ്ടിയിട്ടാണ് ഈ ഷോർട്സ് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഹ്യൂമറിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് ഈ ഹ്യൂമർ ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഹ്യൂമർ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞില്ലേ, പലപ്പോഴും ലെങ്തി ഷോട്ട് ചിലപ്പോൾ ഹ്യൂമർ വർക്കൗട്ട് ആവുന്ന അങ്ങനെയാണ്. നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ ആർട്ടിസ്റ്റുകൾ പെർഫെക്റ്റ് ആർട്ടിസ്റ്റുകളാണ്. നല്ല ടൈമിങ്ങിൽ പറയണം, ഒറ്റ ഷോട്ടിൽ പോകുന്നതാണ് ഏറ്റവും ഭംഗി. പക്ഷെ വേറെ ആ ഗ്യാപ്പുണ്ട്. ഒരു ചിരി കഴിഞ്ഞാൽ അടുത്ത ഗ്യാപ്പ് മറ്റേ ആളുടെ ഡയലോഗ് വരും. ഓവർലാപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യുന്നത്. ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്യാപ്പ് കൊടുക്കുന്നത് ചിരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടെന്ന്. ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അത് ഈ പറയുന്ന സ്റ്റേജിന്റെ എക്സ്പീരിയൻസും പിന്നെ ഹ്യൂമറിന്റെ ഒരു ടൈമിങ്ങും ഉണ്ട്. ടൈമിങ് തെറ്റിയാൽ ഹ്യൂമർ ഇല്ലല്ലോ. അത് പിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു അക്ഷരം കൂടിയാൽ ഹാസ്യം മരിക്കും. ഒരക്ഷരം ഒരു ചിരിച്ചാകും. ഹാസ്യം മരിക്കുന്ന ഒരു വരിയിൽ ഒരക്ഷരം കൂടിയാൽ അവിടെ ചിരിച്ചാകും എന്നാണ് പിള്ള സാറ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന ജീവിതാനുഭവ കഥ, അതൊരു വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നമ്മൾ ജീവചരിത്രങ്ങളിൽ ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളിൽ അതിലൊന്നാണ് ഈ പറയുന്ന ഈ പിള്ള സാറിൻ്റെ ഞാൻ എന്ന് പറയുന്ന പുസ്തകം. ജീവിതാനുഭവങ്ങൾ. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു വന്നത്, കൊലപാതകി
യുദ്ധങ്ങൾ കാണുക, യുദ്ധങ്ങളിൽ പങ്കെടുക്കുക, അതൊരു രണ്ടാം ലോക മഹായുദ്ധം ആ കാലഘട്ടം ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. കൂട്ടുകാരനെ കൊല്ലാൻ പോകുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മഹാപ്രതിഭയുടെ ഭാഗ്യവാനായ മകൻ. അത് പിന്നീട് നമ്മളെ മക്കളാണെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളും ആ ഭാഗ്യത്തിന് പങ്കാളികളായി. അതല്ല ഞാൻ ജീവിതത്തിൽ ലാഭങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഒരാൾ ചോദിച്ചു എന്താണ് ലാഭനഷ്ടങ്ങൾ. ഞാൻ ലാഭം മാത്രമേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ, നഷ്ടങ്ങളൊന്നുമില്ല. ഈ എൻപിള്ളയുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ലാഭം എനിക്ക്, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ റാംജി റാവുവിൽ അന്ന് വരെ ഞാൻ സാധാരണ ഒരു വില്ലൻ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വില്ലൻ്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങുക, പിന്നെ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്നെ കാണുമ്പോൾ അതിനകത്ത് ഡയലോഗ് പറഞ്ഞിട്ട് എന്നെ ഓർപ്പിക്കുക, അല്ലെ എന്നെ കളിയാക്കുക, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഇവിടെ പറ്റും. പിന്നെ മറ്റേ നിങ്ങൾ അടുത്ത സിനിമയുണ്ട്, മറ്റേ വിയറ്റ്നാം കോളനി. വളരെ ചെറിയ റോളാണ് എൻ്റെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ആ പെരപ്പുറത്ത് ചാണകത്തിലാണ് വന്നത്. കൊല്ലപ്പള്ളി ഓട് ഏണി തട്ടിയിട്ട് കൊല്ലപ്പള്ളി ഓടിൻ്റെ മേളിൽ കൂടി ചാണകക്കുഴിയിൽ വന്ന് വീഴുന്നത്, അത് ഞാൻ പറഞ്ഞു. നമ്മൾ എത്രയോ സിനിമയിൽ അഭിനയിക്കുന്നു, പക്ഷെ ഇപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ചില സിനിമകൾ, അതെ, അങ്ങനെ ചില സിനിമകളുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ നിങ്ങളുടെ 2 സിനിമകളും എൻ്റെ എപ്പോഴും ആൾക്കാർ ഓർപ്പിക്കുന്നതാണ്. മാന്നാർമത്തായി. പക്ഷെ മാന്നാർമത്തായി എന്ന് വെച്ചാൽ ഈ സെയിം റോളല്ലേ എൻ്റെ. റാംജി റാവു തന്നെയാണല്ലോ, അതിൻ്റെ ഒരു കണക്ഷനാണ്. അതുകൊണ്ട് അത് 2 സിനിമയായിട്ട് 2 സിനിമയായിട്ട് ഞാൻ 3 സിനിമയുടെ റെമ്യൂണറേഷൻ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു നല്ല കാലത്തിൻ്റെ അല്ലേ, ഒരു മഹാപ്രതിഭയോടൊപ്പം വർക്ക് ചെയ്തതിൻ്റെ ഓർമ്മകളാണ് നമ്മളെ ഒരു വലിയ സമ്പത്താണ് പിള്ള സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് ആ അനുഭവ സമ്പത്ത്, അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടി. അതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ്. ആ നേട്ടത്തിന് കാരണക്കാരനായ കുട്ടനോട് നന്ദി പറയാൻ. 1000 കിനാക്കള കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം തരത്തര തരത്തര തരത്തരാരരാരരാരരാ കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവച്ചു മൂകം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായി മാറിയ മിമിക്രി കലാകാരന്മാരുടെ വിശേഷങ്ങൾ അറിയാനും യുവ മിമിക്രി കലാകാരന്മാരുടെ ബോംബ് ബ്ലാസ്റ്റിംഗ് പെർഫോമൻസുകൾ കാണാനും വേറെ എവിടെയും പോണ്ട. ഭീമ സിനിമ ചിരുമ കണ്ട മാത്രം മതി. തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭീമ തിരുവനന്തപുരം, അടൂർ.